നമസ്കാരം. ഇത് ദ ഇന്ത്യൻ. ഇന്ത്യയും ഇസ്രയേലും തമ്മിൽ ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തമായ പ്രതിരോധ സംവിധാനങ്ങൾ, ഡ്രോണുകൾ, സെൻസറുകൾ, ഇലക്ട്രോണിക് യുദ്ധസാമഗ്രികൾ, പ്രിസിഷൻ ഗൈഡഡ് മ്യൂണിഷൻസ് തുടങ്ങി പ്രതിരോധ മേഖലയുടെ വിവിധ മേഖലകളിൽ ഈ സഹകരണം വ്യാപിച്ചു കിടക്കുകയാണ്. ഇന്ത്യൻ വ്യോമസേന തങ്ങളുടെ യുദ്ധവിമാന വ്യൂഹം അതിവേഗം ആധുനികവൽക്കരിക്കുന്ന പശ്ചാത്തലത്തിൽ ശത്രുവിൻ്റെ കണ്ണിൽപ്പെടാതെ ദൂരെ നിന്ന് തന്നെ തൊടുക്കാവുന്ന പുത്തൻ തലമുറ സ്റ്റാൻഡ് ഓഫ് ആയുധങ്ങളാണ് ഇസ്രയേലി പ്രതിരോധ കമ്പനികൾ ഇന്ത്യക്ക് ഈ ഘട്ടത്തിൽ വാഗ്ദാനം ചെയ്യുന്നത്. വ്യോമസേനയുടെ കരുത്തരായ സുഖോയി, MiG-29, ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച തേജസ് എന്നീ യുദ്ധവിമാനങ്ങളുടെ ആക്രമണശേഷി ഇരട്ടിയാക്കാൻ ലക്ഷ്യമിട്ടാണ് തന്ത്രപരമായ ഈ നീക്കം. ഇസ്രയേൽ എയ്റോസ്പേസ് ഇൻഡസ്ട്രീസ് വികസിപ്പിച്ചെടുത്ത എയർ ലോറ മിസൈലാണ് ഇന്ത്യൻ പ്രതിരോധ രംഗത്തെ പ്രധാന ആകർഷണം. യുദ്ധരംഗത്ത് ഇതിനകം തന്നെ മികവ് തെളിയിച്ചിട്ടുള്ള നിലത്തുനിന്ന് തൊടുക്കാവുന്ന ലോറ മിസൈലിന്റെ ആകാശരൂപമാണിത്. ഏകദേശം 400 കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യങ്ങളെ പോലും കൃത്യതയോടെ തകർക്കാൻ ശേഷിയുള്ള ആകാശത്ത് നിന്ന് തൊടുക്കാവുന്ന ബാലിസ്റ്റിക് മിസൈലാണിത്. ശബ്ദാതിവേഗത്തിൽ കുതിക്കുന്ന ഈ മിസൈൽ ഒരിക്കൽ തൊടുത്തുവിട്ടാൽ സ്വയം ലക്ഷ്യസ്ഥാനത്തേക്ക് പാഞ്ഞെടുക്കുന്ന ഫയർ ആൻഡ് ഫോർഗോട്ട് സാങ്കേതിക വിദ്യയിലാണ് പ്രവർത്തിക്കുന്നത്. GPS, ഇൻഡേർഷ്യൽ നാവിഗേഷൻ സിസ്റ്റം എന്നിവയ്ക്ക് പുറമെ ശത്രുക്കളുടെ ഇലക്ട്രോണിക് പ്രതിരോധ ശ്രമങ്ങളെ തകിടം മറിക്കാൻ ശേഷിയുള്ള അത്യാധുനിക ആന്റി ജാമിംഗ് സാങ്കേതിക വിദ്യയും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ശത്രു രാജ്യത്തിന്റെ വ്യോമ പ്രതിരോധ പരിധിക്കുള്ളിൽ കടക്കാതെ തന്നെ സുഖോയി വിമാനങ്ങൾക്ക് ഈ മിസൈൽ ഉപയോഗിച്ച് ആക്രമണം നടത്താനാകും. ശത്രുക്കളുടെ വ്യോമതാവളങ്ങൾ, കമാൻഡ് സെന്ററുകൾ, മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങൾ തുടങ്ങിയ അതീവ സുരക്ഷിതമായ കേന്ദ്രങ്ങളെ തകർക്കാനാണ് എയർ ലോറ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇന്ത്യൻ സേനയുടെ ഭാഗമായി കഴിഞ്ഞ മറ്റൊരു പ്രധാന ഇസ്രയേലി ആയുധമാണ് റാംപേജ് എയർ ടു സർഫസ് മിസൈൽ. എൽബിറ്റ് സിസ്റ്റംസും IAIയും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത റാംപേജ് ശത്രുക്കളുടെ തന്ത്രപ്രധാന ലക്ഷ്യങ്ങൾക്കെതിരെ അതിവേഗം കൃത്യതയാർന്ന ആക്രമണം നടത്താൻ കേൾപ്പുള്ളതാണ്. 150 മുതൽ 250 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള ഈ സൂപ്പർസോണിക് മിസൈൽ ഇതിനോടകം തന്നെ ഇന്ത്യൻ വ്യോമസേന തങ്ങളുടെ സുഖോയ്, MiG-21 വിമാനങ്ങളിൽ വിജയകരമായി ഘടിപ്പിച്ചിട്ടുണ്ട്. ഇത് വിമാനങ്ങളുടെ സ്റ്റാൻഡ് ഓഫ് ആക്രമണശേഷി ഗണ്യമായി വർദ്ധിപ്പിക്കുകയും ചെയ്തു. 2019 ബലാക്കോട്ട് സർജിക്കൽ സ്ട്രൈക്കിൽ ഭീകരതാവളങ്ങൾ തകർക്കാൻ ഇന്ത്യൻ വ്യോമസേന ഉപയോഗിച്ചതോടെയാണ് ഇസ്രയേലിന്റെ സ്പൈസ് ഗൈഡൻസ് കിറ്റുകൾ അന്താരാഷ്ട്ര ശ്രദ്ധ നേടിയത്. സ്മാർട്ട് പ്രിസിഷൻ ഇമ്പാക്ട് കോസ്റ്റ് എഫക്റ്റീവ് എന്നതിന്റെ ചുരുക്കെഴുത്താണ് സ്പൈസ്. സ്പൈസ് 1000, സ്പൈസ് 2000 എന്നീ സംവിധാനങ്ങൾ ഉപയോഗിച്ച് സ്വയം ലക്ഷ്യസ്ഥാനം കണ്ടെത്തി ആക്രമിക്കുന്ന അതിമാരക ആയുധങ്ങളാക്കി മാറ്റാനും ഇതിന് കഴിയും. GPS സിഗ്നലുകൾ തടസ്സപ്പെടുത്തിയാലും ഇതിലെ അത്യാധുനിക ഇലക്ട്രോ ഒപ്റ്റിക്കൽ സ്പീക്കറുകളും സീൻ മാച്ചിങ് അൽഗോരിതങ്ങളും ഉപയോഗിച്ച് ലക്ഷ്യസ്ഥാനം കൃത്യമായി കണ്ടെത്തി തകർക്കാനും സ്പൈസിന് കഴിയും. ഭൂതല ആക്രമണങ്ങൾക്കും കപ്പൽ വിരുദ്ധ ദൗത്യങ്ങൾക്കുമായി രൂപകൽപ്പന ചെയ്ത അടുത്ത തലമുറ ദീർഘദൂര ക്രൂസ് മിസൈലായ ഐസ് ബ്രേക്കർ റാഫേൽ കമ്പനി ഇപ്പോൾ ഇന്ത്യക്കായി വാഗ്ദാനം ചെയ്യുന്നുണ്ട്. 300 കിലോമീറ്റർ പരിധിയിലുള്ള ഈ മിസൈൽ ശത്രുക്കളുടെ റഡാറുകളുടെ കണ്ണിൽപ്പെടാത്ത രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പരമ്പരാഗത ക്രൂസ് മിസൈലുകളിൽ നിന്ന് വ്യത്യസ്തമായി കടുത്ത ഇലക്ട്രോണിക് പ്രതിരോധ സാഹചര്യങ്ങളിലും ബാഹ്യ നാവിഗേഷൻ സഹായമില്ലാതെ സ്വയം ലക്ഷ്യം കണ്ടെത്താൻ ഇതിന് സാധിക്കുന്നു. ഭാരം കുറവായതിനാൽ തേജസ് ഉൾപ്പെടെയുള്ള യുദ്ധവിമാനങ്ങളിലും ഇത് എളുപ്പത്തിൽ ഘടിപ്പിക്കാം. ആകാശയുദ്ധങ്ങളിൽ മേധാവിത്വം ഉറപ്പാക്കാൻ റാഫേൽ കമ്പനിയുടെ IDERBY ER ബിയോണ്ട് വിഷ്വൽ റേഞ്ച് മിസൈലും ഏറെ പ്രശംസ നേടിയ പൈത്തൺ 5 ഹ്രസ്വദൂര മിസൈലും ഇസ്രായേൽ ഇന്ത്യക്ക് നൽകുന്നുണ്ട്. IDERBY മിസൈലിന് 100 കിലോമീറ്ററിലധികം ദൂരെയുള്ള ലക്ഷ്യങ്ങളെ തകർക്കാൻ സാധിക്കും. വിമാനത്തിന് ചുറ്റുമുള്ള ഏത് ദിശയിലേക്കും തൊടുകാവുന്ന പൈത്തൺ 5 മിസൈൽ കൂടി ചേരുമ്പോൾ ദീർഘദൂര ഹ്രസ്വദൂര വ്യോമ ഭീഷണികളെ ഒരുപോലെ നേരിടാൻ കെൽപ്പുള്ള സമഗ്രമായ ഒരു വ്യോമയുദ്ധ പാക്കേജാണ് ഇന്ത്യൻ പ്രതിരോധ വ്യൂഹത്തിന് കൈവരുന്നത്. സമീപകാല ആഗോള യുദ്ധങ്ങൾ തെളിയിക്കുന്നത് ശത്രുവിൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് മുന്നിൽപ്പെടാതെ സുരക്ഷിതമായ ദൂരത്തിൽ നിന്നുകൊണ്ട് ആക്രമണം നടത്തേണ്ടുന്നതിൻ്റെ അനിവാര്യതയാണ്. ശത്രു രാജ്യത്തിൻ്റെ ഉള്ളിലേക്ക് കയറി ആഴത്തിലുള്ള ആക്രമണങ്ങൾ നടത്തുന്നതിനും വ്യോമാധിപത്യം നിലനിർത്തുന്നതിനും ഇത്തരം ആധുനിക മിസൈലുകളും സ്മാർട്ട് ആയുധങ്ങളും ഇന്ത്യൻ വ്യോമസേനയ്ക്ക് വരും ദിവസങ്ങളിൽ കൂടുതൽ കരുത്ത് പകരും.